ഹലോ ഗൈസ്, റീസെൻ്റ്ലി എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു കമൻറ്റ് കണ്ടു. അതായത് യൂട്യൂബ് ജേണി പറയാമോ എന്ന് ചോദിച്ചിട്ട്. ഇതിൻ്റെ മുന്നും ഒന്ന് രണ്ട് ഇതുപോലുള്ള കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ളവരായിരിക്കാം ഇങ്ങനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ യൂട്യൂബ് ജേണിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാതെയാണ് യൂട്യൂബിലേക്ക് കടന്നു വന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം ഇമെയിൽ ഐ ഡിയാണ്. മെയിൽ ഐ ഡി ഉള്ള ഏതൊരാൾക്കും ഈസി ആയിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിലൊന്നാമത്തെ കാര്യം, നമ്മുടെ ഓൺ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. രണ്ടാമത്തത്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ സിനിമ പാട്ടുകൾ ആഡ് ചെയ്യാണ്ടിരിക്കുക. അത് കോപ്പിറൈറ്റിന് കാരണമാവും. കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ചാനലിൽ നിന്ന് ഡിലീറ്റ് ആക്കേണ്ടി വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വേറൊരു ചാനലിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഇടാണ്ടിരിക്കുക. ഞാനിപ്പം ഏകദേശം ഒരു 4 വർഷം മുന്നെയാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ആ സമയത്ത് ഷോർട്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂട്യൂബിലില്ല. ഈ അടുത്താണ് ഇപ്പം ഷോർട്സ് വന്നത്. ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് തരുന്ന സോങ്സും മ്യൂസിക്കും ഒക്കെ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ലോങ് വീഡിയോസിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് ഇട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചാനൽ മോണിറ്റൈസേഷൻ ആണ്. ഒരു ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വേണം. ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ 30 മിനിറ്റ് ഉണ്ട്, അതായത് അരമണിക്കൂറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് വിചാരിക്കുക. ഇത് 2 പേര് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വാച്ച് അവറാണ് ആവുക. അങ്ങനെ 4000 വാച്ച് അവർ ആവണം. ഇതാണ് ഒരു രീതി. ഇനി വേറൊരു രീതി കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത്, ഷോർട്ട് വീഡിയോസിന് 3 മാസം കൊണ്ട് 10 മില്യൺ വ്യൂവേഴ്സ് ആയി കഴിഞ്ഞാലും ചാനൽ മോണിറ്റൈസേഷൻ ആവാനുള്ള ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോഴും 1000 സബ്സ്ക്രൈബേഴ്സ് അവിടെ വേണം കേട്ടോ. അപ്പം ഈ 2 രീതികൾ നമ്മൾ അതായത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ ആവാനുള്ള എലിജിബിലിറ്റി നമ്മൾ മീറ്റ് ചെയ്ത് കഴിയും. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ഓൺ കണ്ടന്റ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഷോർട്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. അപ്പം ഞാൻ 1.5 മിനിറ്റിൻ്റെ സീരീസ് പോലുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതന്നെ ഡെയിലി ഒരു വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്ത് ഏകദേശം ഒരു 11 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനുള്ള എലിജിബിലിറ്റി ഞാൻ മീറ്റ് ചെയ്തു. ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് ഇതിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അത് സിമ്പിളാണ്. നമ്മുടെ യൂട്യൂബ് സെറ്റിങ്സിൽ കയറിയിട്ട് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറുക. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയാസൊക്കെ നമ്മൾ മീറ്റ് ചെയ്തത് അതിങ്ങനെ ഒരു ഗ്രീൻ സിഗ്നലിൽ ഇങ്ങനെ കാണിക്കും. അതിൻ്റെ താഴെ അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണും. പക്ഷെ അത് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ കൊടുക്കാതെ അതിൻ്റെ മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസിൽ പരസ്യം വരുള്ളൂ. പരസ്യം വന്നു കഴിഞ്ഞാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പം അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇടയിലുള്ള ഒരു പണി. ആഡ്സെൻസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഡ്സെൻസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കാര്യം സിമ്പിളാണ്. അതായത് ഗൂഗിളിൽ കയറിയിട്ട് ആഡ്സെൻസ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ കയറിയിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽ ചോദിക്കും. അതായത് അഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അത് അടിച്ചു കൊടുത്താൽ നമുക്കൊരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ആവും. എന്നിട്ട് നേരെ യൂട്യൂബിലേക്ക് വരിക. അപ്പം ആഡ്സെൻസ് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. അതിൻ്റെ താഴെ തന്നെ അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ കൊടുക്കുക. ആ അപ്ലൈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇത്ര ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആവും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. പക്ഷെ എൻ്റെ ചാനൽ 24 മണിക്കൂർ കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം പെട്ടെന്ന് തന്നെയാണ് ആയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി വീഡിയോസ് ഇങ്ങനെ നമ്മൾ വെറുതെ ഇട്ടാൽ മതി, എല്ലാത്തിനും പരസ്യം വരും, പിന്നെ പൈസ വരും, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇനിയും 2-3 കടമ്പകൾ നമ്മൾ കടക്കാനുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലെ ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത് ID വെരിഫിക്കേഷൻ ആണ്. ID വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം.
ഞാനിപ്പം ചാനലിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് ഡോളറൊക്കെ വന്നു തുടങ്ങി. അത് അങ്ങനെ $10 ആയി കഴിഞ്ഞാലാണ് ഈ ID വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ID, അതായത് പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇതിലേതെങ്കിലും ഒന്ന് ആഡ്സെൻസിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ പാൻ കാർഡ് വെച്ചിട്ടാണ് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ പാൻ കാർഡ് ജസ്റ്റ് അതിലൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതവിടെ കംപ്ലീറ്റ് ചെയ്താലുള്ള അടുത്ത സ്റ്റെപ്പാണ് പിൻ വെരിഫിക്കേഷൻ. പിൻ വെരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആഡ്സെൻസ് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു കൊറിയർ വീട്ടിലേക്ക് വരും. അതിലൊരു പിന്നുണ്ടാവും. ആ പിന്നൊന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ, അതായത് ആഡ്സെൻസിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ പിൻ വെരിഫിക്കേഷനും അവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ പിൻ വെരിഫിക്കേഷൻ്റെ ആ പിന്ന് കൊറിയറായിട്ട് വീട്ടിലെത്താൻ ഏകദേശം 1 മാസം എടുക്കും എന്നൊക്കെയാണ് കാണിക്കുക. പക്ഷേ എനിക്കൊരു മാസമൊന്നും എടുത്തില്ല. ഏകദേശം ഒരു 3 ആഴ്ച കൊണ്ട് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ പിന്നും കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരിപാടി അവിടെ കഴിയും. അത് കംപ്ലീറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, അതായത് അക്കൗണ്ട് ഡീറ്റെയിൽ ആഡ്സെൻസിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ കാണിക്കുക. അപ്പം അതുകൂടെ ഒന്ന് നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കംപ്ലീറ്റ് പരിപാടി അവിടെ കഴിഞ്ഞു. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് പൈസ അക്കൗണ്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ $100 ആവണം. തുടക്കത്തിലൊന്നും എനിക്ക് $100 ഒന്നും ആവാറില്ല. ഒരു മാസം, അതായത് ഒരു മാസത്തെ കണക്കാണേ. ഒരു മാസം $100 ആയി കഴിഞ്ഞാലേ പൈസ ക്രെഡിറ്റ് ആവുള്ളൂ. ഒരു മാസം എനിക്ക് 60 അല്ലെങ്കിൽ $50 ഒക്കെ ആവാറുള്ളൂ. 2 മാസമൊക്കെ എടുത്തിട്ടാണ് $100 ആവല്. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. എല്ലാ വീഡിയോസിനും പരസ്യം കയറാൻ തുടങ്ങി. അത് ഡോളറിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങളെടുത്ത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് പേയ്മെൻറ്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് 14,000 രൂപയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ മാസം $100 ഒക്കെ ആവാൻ വേണ്ടി തുടങ്ങി. ഞാൻ ഏകദേശം ആ ഒരു ലെവലിലെത്തി. എല്ലാ മാസവും $100 എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലെത്തി. ഏകദേശം ഒരു 4 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. എൻ്റെ ചാനലിൽ നല്ലൊരു ഗ്രോത്ത് ഉള്ള ഒരു കാലമായിരുന്നു അത്. പിന്നെയാണ് എൻ്റെ കല്യാണവും ആ ഒരു കല്യാണ തിരക്കൊക്കെ ആയതോടെ ഞാൻ ചാനൽ ശ്രദ്ധിക്കാതെ വിട്ടു. ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടായി. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം ഒരു വർഷം മുന്നേ, 1 ഇയർ മുന്നെയാണ് ഞാൻ ഇതൊന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് യൂട്യൂബിൽ കയറി നോക്കിയത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എൻ്റെ മോണിറ്റൈസേഷനൊക്കെ പോയി. 4000 വാച്ച് അവർ എന്നുള്ളതൊക്കെ നശിച്ച് എല്ലാം പോയി കിടക്കുകയായിരുന്നു. അത് വീണ്ടും മോണിറ്റൈസേഷൻ ആക്കി കൊണ്ടുവരാൻ ഞാൻ ഏകദേശം 3 മാസത്തോളം എടുത്തു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 11 ദിവസം കൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. ആ സ്ഥാനത്ത് ഞാനിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് മോണിറ്റൈസേഷൻ ആവാൻ 3 മാസം എടുത്തിട്ടുണ്ട്. അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അത് കുത്തിപ്പൊക്കി വീണ്ടും കൊണ്ടുവന്ന് ഈ ഒരു ലെവലിൽ എത്തിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ മെയിനായിട്ട് ഷോർട്സ് വീഡിയോസാണ് ഇടുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വീണ്ടും ചാനൽ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏകദേശം ഒരു 15,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരു 9 മാസത്തോളം എടുത്തിട്ടാണ് 50,000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അതിൽ നിന്ന് ഒരു വളരെ പെട്ടെന്നായിരുന്നു. ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. അതിൽ ഇപ്പം നിലവിൽ 1,28,000 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ഇപ്പം $100 ഒന്നല്ല, അതിലും കൂടുതൽ ഡോളർ ഒരു മാസം എനിക്ക് കിട്ടാറുണ്ട്. അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഇപ്പം സിൽവർ പ്ലേ ബട്ടൺ കൂടെ ഉണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. കാണാത്തവരൊന്ന് പോയി കാണുക. ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേണി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ചോദിച്ചാൽ മതി. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒട്ടും താമസിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. അടിപൊളിയാണ്. ഇനി അടുത്ത എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ഗോൾഡൻ ബട്ടണിലേക്കാണ്. അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും വെറൈറ്റി വീഡിയോസിലൂടെ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.